നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കിഡിൽ ഐറ്റമാണ്. അതായത് എല്ലാവർക്കും എല്ലാ വീട്ടിലും ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. സമയം നോക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റാണ്. അതായത് ഒരു ക്ലോക്ക് തന്നെയാണ്. ഞാൻ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണിത്. പഴയ ഒരു വീഡിയോയുടെ ചെറിയൊരു ക്ലിപ്പ് ഞാനിവിടെ ഇട്ട് തരാം. നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ഒരു വീഡിയോയിൽ അന്ന് ഞാൻ ചെയ്ത സമയത്ത് ഒരുപാട് പേര് നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്നുണ്ടായിരുന്നു. അതായത് ഇത് പെട്ടെന്ന് അടിച്ചു പോകും, ഈ സാധനം കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ കമൻസ് ആണ് വന്നിരുന്നത്. പക്ഷേ ഇന്നേക്ക് 3 വർഷം കഴിഞ്ഞു, ഇതുവരെ ഒരു കുഴപ്പമില്ലാത്ത കിഡിലൻ പ്രോഡക്റ്റ്. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഒന്നുകൂടെ മേടിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു റിലയബിലിറ്റി കൊണ്ട് തന്നെയാണ്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് പിന്നെ മേടിച്ചിരിക്കുന്നത്. അതായത് ഇതിൻ്റെ പ്രൈസ് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു അഫോർഡബിൾ പ്രൈസിന് നമുക്ക് കിട്ടുന്നുണ്ട്. ഏതായാലും നമുക്കൊരു പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. വരാനിച്ചിട്ട് പാടാണല്ലോ. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. യെസ്, അപ്പോൾ പെട്ടെന്ന് നമുക്ക് തുടങ്ങിയാലോ. നല്ലൊരു പാക്കിംഗ് ആണ്. വൈറ്റ് കളറാണ് കേട്ടോ. ഞാൻ എൻ്റെ ബ്ലാക്ക് കണ്ടില്ല, ബ്ലാക്ക് ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു മോഡലൊന്ന് മേടിക്കണമെന്ന് തോന്നി, ഞാൻ പെട്ടെന്ന് അങ്ങ് മേടിച്ചു. യെസ്, വേണ്ടേ, ഇതാണ് നമ്മുടെ ഐറ്റം. ഓക്കെ, ഇവിടെ മേളിൽ 3 സ്വിച്ചസ് കാണാൻ സാധിക്കും. ഒരു സെറ്റ്, ഒരു പ്ലസ്, ഒരു മൈനസ്. താഴെ നമുക്കൊരു സ്റ്റാൻഡുണ്ട്. നമുക്കിത് ഇങ്ങനെ വെക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വെക്കാൻ സാധിക്കും. ഇതിൻ്റെ ബാക്കിലായിട്ടൊരു ബാറ്ററി ഇടാൻ വേണ്ടിയുള്ളൊരു പോർഷനുണ്ട്. ഇതിനകത്ത് ബാറ്ററി വരുന്നുണ്ട്, ഇൻബിൽറ്റ് തന്നെ ബാറ്ററി വരുന്നതാണ്. ഈ ഒരു ബാറ്ററി ഇത് വർക്ക് ചെയ്യാൻ വേണ്ടല്ല, ഇതിൻ്റെ മെമ്മറി കീപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലൊരു USB വരുന്നുണ്ട്. അതായത് ഒരു A2, ഒരു സാധാരണ നമ്മുടെ ചാർജിങ്ങിൻ്റെയൊക്കെ ടൈപ്പ് വരുന്ന രീതി. അപ്പം ഇതും വരുന്നുണ്ട്. പിന്നെ ഒരു മാനുവലും വരുന്നുണ്ട്, ഒരു ഓണോസ് മാനുവലും വരുന്നുണ്ട്. അത് ഞാൻ മാറ്റി. അതിൽ തന്നെ നമുക്കൊരു ബട്ടൺ സെല്ലും കൂടെ വരുന്നുണ്ട്. ഒരു 3 വോൾട്ടിൻ്റെ ബട്ടൺ സെല്ലും കൂടെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബട്ടൺ സെല്ലും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇത് ഓപ്പൺ ചെയ്യണം. അൺലോക്ക് പൊസിഷനാക്കി തുറന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ആ സെല്ല് നമ്മൾ ഇടേണ്ടത്. അത് നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കണം. അതായത് ഇത് നോക്കിക്കഴിയുമ്പോഴത്തേക്കും പ്ലസ് മേളിൽ, ഇത് പ്ലസ് ആണ്. ഈ രീതിക്ക് വേണം നമ്മൾ ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അത് ഞാൻ ഇൻസേർട്ട് ചെയ്തു. ഞാൻ അതുപോലെ തന്നെ തിരിച്ച് ലോക്ക് ചെയ്യുകയാണ്. യെസ്, ഇനി ഇതിൻ്റെ ടൈമെല്ലാം കൃത്യമായിട്ട് ഓടുന്നതായിരിക്കും. അതായത് ഇതിൻ്റെ ലൈറ്റ് കാണിക്കത്തില്ല, പക്ഷേ ഇൻറ്റേർണലി ഇതിൻ്റെ ടൈം വർക്കിംഗ് ആയിരിക്കും. ഏതായാലും ഇവൻ്റെ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് DC ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണ്. പക്ഷേ പഴയത് അപേക്ഷിച്ച് എനിക്കൊരു മാറ്റമായിട്ട് തോന്നുന്നത്, നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നൊരു L ക്ലാമ്പ് ആയിരുന്നു. ഇതൊരു സ്ട്രെയിറ്റ് ആണ് വരുന്നത്. നേരത്തെ L ടൈപ്പ് ആയിരുന്നു വരുന്നത്. ഇത് നേരെ ഈ ഒരു യൂണിറ്റിലോട്ട് ഞാനിങ്ങനെ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു മൊബൈൽ ചാർജറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പോർട്ടബിൾ ചാർജറിലോട്ട്. പക്ഷേ പോർട്ടബിൾ ചാർജർ പ്രാക്ടിക്കൽ അല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാമെന്നല്ലാതെ വീട്ടിൽ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കുകയാണല്ലോ. ഞാനിപ്പം എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ റൂമിൽ ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, രാത്രി നമ്മുടെ റൂമിലൊക്കെ ഒരു ചെറിയൊരു ലൈറ്റ്, അതായത് അത്യാവശ്യം ലിറ്റപ്പ് ആയിട്ടുള്ളൊരു ലൈറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അത് ചെറിയൊരു കാര്യമൊന്നുമല്ല. പിള്ളേരൊക്കെ ഉള്ള സമയത്ത് രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതൊരു ചെറിയ ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് റൂമിൽ അത്യാവശ്യം ഒന്ന് നടക്കാനോ അല്ലെങ്കിൽ പിള്ളേരെയൊക്കെ ഒന്ന് നോക്കാനോ ഒക്കെ സാധിക്കും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പലപ്പോഴും നമ്മൾ രാത്രിയൊക്കെ എഴുന്നേറ്റിട്ട് മൊബൈൽ നോക്കി സമയം എത്രയായി നോക്കാറുണ്ട്. ഇത് നമുക്ക് കൃത്യമായിട്ട് കാണുന്ന ഒരു രീതിക്കാണ് വെച്ചിരിക്കുന്നതെങ്കിൽ രാത്രിയാണെങ്കിൽ പോലും സമയം നോക്കാൻ സാധിക്കും. അന്നേരം കുറച്ച് പേർക്കൊരു സംശയം തോന്നുമായിരിക്കും, ഇത് ഇത്രയും ബ്രൈറ്റ് ആയിട്ട് കത്തി നിൽക്കുമ്പോൾ ഭയങ്കര വെട്ടമല്ലേ എന്ന്. അല്ല, ഇതിൽ AM ഉം PM ഉം സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു 6 മണി കഴിഞ്ഞ്, അതായത് ഒരു 6:45 ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഡിം ആവും, ലൈറ്റ് വെട്ടം കുറയും. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഒരു 8 മണിക്ക് ശേഷം 8 o'clock കഴിയുമ്പോൾ ഇതിൻ്റെ ലൈറ്റ് കൂടുന്നതായിരിക്കും. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഞാൻ പറയും. ഏതായാലും നമുക്ക് ഇവനൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. ഞാനിത് USB-ലോട്ടൊന്ന് കണക്ട് ചെയ്യണം. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതിങ്ങനെ കണക്ട് ചെയ്യുന്നത്. യെസ്, ഇതിപ്പം ഓൺ ആയിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നെനിക്ക് അറിയില്ല. കാരണം ഇവിടുത്തെ ഒരു ഡേ ലൈറ്റ് കൂടുതലാണ്. ആ ഒരു ഡേ ലൈറ്റ് കൂടുതലായതുകൊണ്ടാണ് ഞാനിത് റൂമിനകത്തോട്ട് ഒന്ന് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ വർക്കിംഗ് കണ്ടീഷനാണ്. നമുക്കൊന്ന് റൂമിലോട്ട് പോകാം. ഏതായാലും ഈ പ്രോഡക്റ്റ് മേടിക്കേണ്ട ലിങ്കും ഇതിൻ്റെ പ്രോഡക്റ്റ് ഞാൻ താഴെ ടാഗ് ചെയ്തും കൂടി ഇട്ടേക്കാം. ഈ ഒരു പ്രൈസിൽ, അതായത് 599 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഒട്ടും തന്നെ നഷ്ടം വരുന്നതായിരിക്കത്തില്ല. ഏതായാലും ഇവനെ നമുക്ക് ജസ്റ്റ് ഒന്ന്
നോക്കാം. അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ക്ലോക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ സമയം കൃത്യം 10:20 ആയിട്ടുണ്ട്. ഞാൻ 10:20 സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും കൂടെ ഞാൻ പറഞ്ഞുതരാം. പുറത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ആ വെയിലടിക്കുന്ന പോലെ ഭയങ്കര വെയിലുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇത് വെച്ചിട്ട് കാര്യമില്ല. ഒരു റൂമിനകത്തൊക്കെ ആണെങ്കിൽ വളരെ വൃത്തിയായിട്ട് തന്നെ നിങ്ങൾക്ക് സമയം കാണാൻ സാധിക്കും. കാണാനൊരു ഭംഗിയുണ്ട്. കാരണം ആ ഒരു ഡിസൈൻ, ഒരു 3D ഡിസൈൻ നമുക്ക് ഫീൽ ചെയ്യും. ഇതിനകത്ത് നമുക്ക് അലാറം അവൈലബിൾ ആണ്, ക്ലോക്ക് സെറ്റിംഗ് അവൈലബിൾ ആണ്, ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്, ഡേറ്റ് കാണിക്കുന്നുണ്ട്, ഇയർ കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. ഏതായാലും ഈ ഒരു 3 വർഷമായിട്ട് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസും ഈ ഒരു പ്രോഡക്റ്റ് കൂടെ കൂട്ടിയാണ് ഞാൻ പറയുന്നത്. ഏതായാലും രണ്ടും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന എൻ്റെ മുറിയിരിക്കുന്ന ആ ഒരു പഴയ ക്ലോക്കും ഈ പുതിയതും കൂടെ വരുമ്പോഴത്തേക്കുള്ള വ്യത്യാസം എങ്ങനെയുണ്ടെന്നുള്ള ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. രണ്ടും ഒരേ പ്രോഡക്റ്റാണ്, സെയിം പ്രോഡക്റ്റ് തന്നെയാണ്. കണ്ടോ, കിടുവല്ലേ? നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് കൂടെ കൊടുത്തേക്കുക. നിങ്ങളിൽ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ കമൻറ്റ് കൂടെ. എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, ആമസോണിൽ കണ്ടു, ഞാൻ ഓർഡർ ചെയ്ത് മേടിച്ചു. ഫ്ലിപ്കാർട്ടിൽ എനിക്കൊന്ന് റേറ്റ് കുറവുണ്ടെന്ന് തോന്നുന്നു. ഞാനത് ഏതെങ്കിലും പ്രോഡക്റ്റ് ടാഗ് ചെയ്തും കൂടെ ഇട്ടേക്കാം.